ജിഷിനും പ്രവീണും വീട്ടിലേക്ക് തിരികെ കയറിയ ഉടനെ തന്നെ അനീഷിനെയും അനുമോളെയും ചെറുതായിട്ടൊന്ന് നാണം കെടുത്തുന്നു, ഒരു കൊട്ട് വെച്ച് കൊടുക്കുന്നു. അതായത് ജിഷിനും പ്രവീണും അല്പസമയം മുൻപാണ് വീട്ടിലേക്ക് റീ എൻട്രി നടത്തി കയറി വന്നത്. ഗാർഡൻ ഏരിയയിൽ നിന്ന് തന്നെ എല്ലാവരെയും കൈ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നേരെ ലിവിങ് ഏരിയയിലേക്ക് വരുന്നു. ആ സമയത്ത് അനീഷ് ജിഷിൻ്റെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയുണ്ട്, തിരിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ജിഷിൻ പറയുന്നു, പഴയൊരു എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്ന ഒരു ഫീലുണ്ട് എന്ന് പറഞ്ഞ ശേഷം ജിഷിൻ പറയുന്നു, അല്ല നിങ്ങളൊന്നും ഇവിടുന്ന് പോകുന്നില്ലേ, ഇവിടെ സ്ഥിരതാമസം ആക്കുവാണോ എന്ന് അനീഷിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. കാരണം അനീഷ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല എന്നൊക്കെ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അതെ ഞാനിവിടെ നിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം ജിഷിൻ വീണ്ടും ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നിങ്ങളുടെ പേരിലേക്ക് ഈ വീട് സ്ഥലമെല്ലാം എഴുതി തന്നേക്കട്ടെ, ഈ ബിഗ് ബോസ് ഇവിടെ നിങ്ങളുടെ പേരിലേക്ക് ആക്കി തരട്ടെ എന്ന് ചോദിച്ച് ജിഷിൻ അങ്ങ് കളിയാക്കുന്നുണ്ട്. അനീഷ് പറഞ്ഞിരിക്കുന്നത് ഈ ഷോ അവസാനിച്ചാലും അവിടെ സെക്യൂരിറ്റി പണിയെടുത്താലും ആ വീട്ടിൽ തന്നെ നിൽക്കുമെന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കളിയാക്കിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉടൻ തന്നെ ബിഗ് ബോസ് ഇവർക്കൊരു അറിയിപ്പ് നൽകുന്നു. ജിഷിൻ, പ്രവീൺ, ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം ജിഷിൻ പറയുന്നുണ്ട് അറിയാം ബിഗ് ബോസ്, പുറത്തെ കാര്യങ്ങളൊന്നും പറയരുതെന്നല്ലേ. അപ്പോൾ ബിഗ് ബോസ് വീണ്ടും അത് മാത്രമല്ല അവർ പല രീതിയിലും പല കാര്യങ്ങളും ചോദിക്കും, ഒന്നും പറഞ്ഞേക്കല്ല എന്ന് പറയുന്നു. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് അത് എനിക്ക് മനസ്സിലായി ബിഗ് ബോസ്, ഇവിടെ ആരാണ് ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. അനുമോളെ കേട്ടല്ലോ, നീ എന്ത് ചോദിച്ചാലും ഞാൻ പറയില്ല കേട്ടോ, ചോദിക്കാൻ വന്നേക്കല്ല എന്ന് അനുമോളുടെ അടുത്ത് ജിഷിൻ പറയുന്നു. അപ്പോൾ അനുമോളാണ് പുറത്തെ കാര്യങ്ങളൊക്കെ വരുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുന്നത് എന്നുള്ള രീതിയിൽ ജിഷിൻ അനുമോളെ കളിയാക്കുന്നുണ്ട്. എന്തായാലും വന്ന് കയറിയ ഉടനെ തന്നെ അനീഷിനെയും അനുമോളെ ഒന്ന് ചൊറിഞ്ഞിരിക്കുകയാണ് ജിഷിൻ. ഇനി ഉടനെ തന്നെ റെന, ഫാത്തിമയും അഭിലാഷും വീട്ടിലേക്ക് റീ എൻട്രി നടത്തി കയറുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.